അല്ല, ഇതൊക്കെ ഓരോ തരം വെറൈറ്റി ആണ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. പുതിയതായിട്ട് ആരെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ തൈ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഉപകാരപ്പെടും ഈ വീഡിയോ. കാരണം ഇത് ഞാൻ ഇപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുത്ത കട്ടിംഗ് ആണ്, സ്റ്റമ്പാണ്. ഈ സ്റ്റമ്പുകളിൽ എടുത്തിട്ട് ഇത് വേറെ ഇറക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ വേരൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, വേരൊക്കെ പിടിച്ച് ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്ത് പോട്ടിലേക്ക്. ഈ പോട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് പ്രത്യേകത, ഈ പോട്ട് നമ്മൾ ഇപ്പോൾ തോട്ടം ഇവിടുന്ന് പോയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ ഈ പോട്ടിൻ്റെ അടിയിൽ മാത്രമേ ഹോൾ ഉണ്ടാവുള്ളൂ. നമ്മൾ 4 സൈഡിലും ഇതുപോലെ ഹോൾ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കണം. 4 സൈഡിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു എന്തെങ്കിലും സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് പൈപ്പാണ്. പൈപ്പിന് ചൂട് ചൂട്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതെ, ഫസ്റ്റ് തന്നെ ഈ പോട്ട് ഡ്രില്ല് ചെയ്തിട്ട് ഹോളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഈ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് ചിരട്ട വെക്കുക. ചിരട്ട വെച്ചിട്ട് ഈ പൈപ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം പോട്ട് മിക്സ് വിട്ട് കൊടുക്കുക. ഈ പോട്ട് മിക്സ് 6 കിലോളം 5-6 കിലോ ഈ പോട്ട് മിക്സ് ഇത് വേണം. പോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഷിഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു ഇങ്ങോട്ടോ, ഇത് മെക്സിക്കനാണ്. ഇത് മെക്സിക്കനാണ്. ഇത് എല്ലാം റെഡാണ്. റെഡുമാണ്, കുറച്ച് വലിയ സൈസാണ്. 1 കിലോയിൽ കൂടുതൽ ഇത് സൈസ് കിട്ടും. ഇതെല്ലാം തന്നെ മെക്സിക്കനാണ്. ഇത് നെക്സ്റ്റ് ഇത് റോയലാണ്. ഇത് അതുപോലെ തന്നെ റെഡാണ്, പ്യൂർ റെഡാണ്. ഇൻസൈഡും ഔട്ട്സൈഡും ഡിഫറെൻ്റ് ആണ്. ഇത് 2 ഡിഫറെൻ്റ് ആണ്. ഇത് വ്യത്യസ്തപരമായ ഒരു 4 വെറൈറ്റിയാണ്. ഇതിൽ ഒന്ന് ലിമൺ ഓറഞ്ച്, ഇത് നാച്ചുറൽ മിസ്റ്റിക്, ഇത് തേർഡ് വൺ റെഡ് വെൽവെറ്റ്, മറ്റേ അതിൻ്റെ പേരെന്താ, ലൈക്ക് ഇറ്റാലിയ. ഇത് 4 വെറൈറ്റിയാണ്. ഈ 4 വെറൈറ്റി ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെൽഫ് പൊളിനേഷനാണ്. ഈ ഫസ്റ്റ് സെക്കൻഡ് സെൽഫ് പൊളിനേഷനാണ്. ഇത് ബൈ ഹാൻഡ് പൊളിനേഷൻ. പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ, ഇത് ക്രോസ് പൊളിനേഷനാണ്. ഇത് ക്രോസ് പൊളിനേഷനാണ്. ഇത് ഒന്ന് ISX, ഒന്ന് പർപ്പിൾ ഹാസ്, ഒന്ന് തേർഡ് വൺ ലിസ. ഇവിടുന്ന് ഫോട്ടോ എടുത്ത അതിൻ്റെ അപ്പുറം വേറെ ഏതാ, ബ്രൂണി. ഇതൊരു വെറൈറ്റി ആണ്. പേര് അപ്പുറ സൈഡിലാണ്. ബ്രൂണി. അത് ബ്രൂണിയാണ്. ഇതൊക്കെ പ്രത്യേക ഇതെല്ലാം ബൈ ക്രോസ് പൊളിനേഷനാണ്. ഇത് ഹാൻഡ് പൊളിനേഷനും മറ്റ് സെൽഫ് പൊളിനേഷനും. ഇതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് എക്വഡോർ പലോറ, ഫ്രൂട്ട്സിൻ്റെ രാജാവാണ് എക്വഡോർ പലോറ. അത് ഇതെല്ലാം മഞ്ഞാണ്. ഈ പോട്ടിയിൽ വെച്ച് തികച്ച മഞ്ഞാണ്. ഈ ഫ്രൂട്ട്സിൻ്റെ രാജാവാണ് എക്വഡോർ പലോറ. ഭയങ്കര ടേസ്റ്റ്, നല്ല സ്വീറ്റ്സുമാണ്. യെല്ലോ ആണ്. ഇതെല്ലാം യെല്ലോ ആണ്. സെക്കൻഡ് വൺ റോയൽ പലോറ. ഇത് ഒരു പിങ്ക്, ഇത് പർപ്പിൾ കളർ, എന്താ പറയുക, ഒരു മറൂൺ കളറാണ്. ഇത് 4 കളറാണ്. യെല്ലോ, പർപ്പിള്, പിന്നെ ഗോൾഡ് കളറാണ്. പിന്നെ തേർഡ് വൺ ഇസ്രായേൽ യെല്ലോ, പ്യൂർ മഞ്ഞയാണ്. അതിൻ്റെ ഫ്ലഷ് വൈറ്റ് ആണ്. ഇത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഈ എക്വഡോർ പലോറയാണ്. ഇത് എല്ലാം തന്നെ വെറൈറ്റി. ഇത് 4 വ്യത്യസ്തമായ വെറൈറ്റി. അത് ക്രോസ് പോളിനേഷൻ, ഇത് സെൽഫ് പോളിനേഷൻ, മറ്റേ ബൈ ഹാൻഡ് പോളിനേഷൻ. അത് രണ്ടും തന്നെ അത് നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പോട്ടിൽ വയ്ക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ വേര് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വേര് ചാടിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെയുണ്ട്. അതൊക്കെ പോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയുണ്ട്. പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റമ്പിങ് എടുത്തതാണ്. ഇതെല്ലാം 3 വർഷം കഴിഞ്ഞതാണ്. ഇതെല്ലാം ഇപ്പോൾ സ്റ്റമ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. 3 പ്രത്യേക പൊളിനേഷനാണ്. സെൽഫ്, ക്രോസ്, ബൈ ഹാൻഡ്. അതൊക്കെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ വേറെറിഞ്ഞാൽ ഇതിൽ വയ്ക്കുക, പാത്രത്തിൽ വയ്ക്കുക, ചെറിയ പോട്ടിൽ വയ്ക്കുക. അതിനുശേഷം വലിയ പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വളം ഇടണം. ഇതിലധികം വളമൊന്നുമില്ല. ഈ വളത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത് പോട്ടി മിക്സ്. ഇതിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ എന്നൊക്കെ എക്വഡോർ പലോറ, ഇസ്രായേൽ യെല്ലോ, ISX, പിന്നെ ഗ്രൈൻഡ് ഗോൾഡ്. വേറെ ലിമൺ ഓറഞ്ച്. അത് ഓറഞ്ച് കളറാണ്. നല്ല ടേസ്റ്റുള്ള പഴമാണ്.
ഇപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ വീണ്ടും മുട്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ വീണ്ടും വീണ്ടും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അകത്തൊക്കെ അങ്ങോട്ടൊക്കെ അവിടെ പച്ചയതാ, അവിടെ ഒരു ചോപ്പ്, അവിടെ വേറെ ചോപ്പതാ, അങ്ങോട്ടൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ സീസൺ തുടങ്ങി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ പോയിന്റ് വീഡിയോ എല്ലാ വെറൈറ്റി എല്ലാം കായ്ച്ചിട്ടില്ല. ഇല്ലില്ല. ഇതുണ്ട് എന്താ കുങ്കുമ കളറാണ് അത്. ആ കാണുന്നത് കുങ്കുമ കളർ, റെഡ് വെൽവെറ്റ് അല്ല, കുങ്കുമ കളർ, റോയൽ പലോ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കായ്ക്കുന്നൊക്കെ, അങ്ങോട്ട് കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നലെ പൊട്ടിട്ടാണ് ഇത് പൂവായിട്ടുണ്ട്. അപ്പുറമൊക്കെ ആയിട്ടുണ്ട്, മുട്ടൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ മുട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മുട്ടുണ്ട്.